ഹലോ. അങ്ങനെ ഞങ്ങൾ പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത 3 ആക്ടിവിറ്റീസും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ബോട്ടിൽ കയറി ഈ ഐലൻഡിൻ്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് നമ്മൾ ആദ്യം ചെയ്ത ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ വാട്ടർ വാക്കിംഗ് സീ ആണ്. അത് ഒരു 10 മീറ്ററോളം താഴ്ചയിലേക്ക് അവർ നമുക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഇറക്കിയിട്ട് ഒരു ബണ്ട് പോലെ നിർത്തിയേക്കാണ്. നമുക്ക് കൈ പിടിച്ച് നടക്കാൻ ഒരു കൈവരിയൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഗാർഡും ഉണ്ട് കേട്ടോ. നമുക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ തലയിലേക്ക് അങ്ങ് വെക്കലും ഇവർ നമ്മളെ താഴേക്ക് വലിച്ചിറക്കലും ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു സഫോക്കേഷനൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാം. അവരോടൊപ്പം തന്നെ നമ്മളും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അവിടെ നമുക്ക് മൊബൈൽ അലൗഡ് ആയിരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് അവർ എടുക്കുന്ന വീഡിയോയും ഫോട്ടോസും നമുക്ക് അയച്ചു തരുന്നതാണ്. മൊബൈൽ കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സെക്ഷൻ ബനാന ബോട്ടിങ്ങും ബൈക്ക് റൈഡിങ്ങും ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകുന്നതാണ് ഇത് കാണുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശുകാരാണ്. നല്ല രസമായിരുന്നു. അവർ നല്ല വൈബായിരുന്നു. സ്പീഡ് ബോട്ടിലുള്ള യാത്ര നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ, പറഞ്ഞറിയിക്കാൻ പാടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ബീച്ചിന് സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കടകളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ജ്യൂസ് വേണമെങ്കിൽ മേടിച്ച് കുടിക്കാം. ഒന്നും വലിയ കോസ്റ്റ്ലി അല്ല കേട്ടോ. എല്ലാം ഫ്രഷാണ് താനും. പിന്നെ ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ അത് ചെയ്യാം. നമുക്കതിനുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടുത്തെ ടൂറിസം റെഡിയാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല, നമ്മളെ ആരും അവിടെ ടോർച്ചർ ചെയ്യാനില്ല, ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കാനില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് അതൊരു വലിയ സവിശേഷതയാണ്. ആരും അവിടെ തട്ടിപ്പറിക്കില്ല, ആരും നമ്മുടെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവില്ല. എല്ലാം അവരുടെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബനാന ബോട്ടിങ്ങും ബൈക്ക് റൈഡിങ്ങും നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയത് പാരാഗ്ലൈഡിങ്ങും അണ്ടർ വാട്ടർ വാക്കിംഗ് സീയുമായിരുന്നു. ഇത് കുഴപ്പമില്ലായിരുന്നു, ഇത് നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണെന്ന് മാത്രം. നമ്മൾ ഈ ബനാന ബോട്ടിങ്ങിന് കയറുന്നതിന് മുമ്പേ നമ്മളോട് അവർ ചോദിക്കും മറിച്ചിടണോ അവസാനം തിരിച്ചെത്തുമ്പോഴെന്ന് ചോദിക്കും. പക്ഷെ നവീൻ അവരോട് സീക്രട്ടായിട്ട് പറഞ്ഞായിരുന്നു മറിച്ചിടണമെന്ന്. അങ്ങനെ ഞങ്ങളെ അവസാനം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് മറിച്ചിടുകയാണ് ഉണ്ടായത്. നമുക്ക് നിലയുള്ളിടത്ത് എത്തുമ്പോഴാണ് കേട്ടോ അവർ മറിച്ചിടുന്നത്. അപ്പം നമുക്ക് അപകടമൊന്നും സംഭവിക്കില്ല. പിന്നെ നവീന് മറിച്ചിടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കൊച്ചിനെ സെക്യൂറായിട്ട് തന്നെ പിടിച്ചിരുന്നത്. ഇനി സച്ചിക്കുട്ടനാണ് ബൈക്ക് റൈഡിങ്ങിന് പോണത്. വെള്ളത്തിലുള്ള റൈഡൊക്കെ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പുള്ളി അണ്ടർ വാട്ടർ വാക്കിംഗ് സീയിൽ ചെന്നിട്ടും താഴെ വരെ എത്താനുള്ള പ്രഷർ സഹിച്ച് താഴെ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറിപ്പോയി. പിന്നെ ഞങ്ങളറിഞ്ഞില്ല അവൻ തിരിച്ച് കയറി പോയതും. നമുക്ക് അവിടെ നിന്ന് അവരൊരു എംബ്ലം കാണിക്കണം എന്ന് പറയും, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ. അപ്പം അവനത് കാണിച്ച് വേഗം തന്നെ തിരിച്ച് കയറിപ്പോയി. പക്ഷേ താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിവേ പുള്ളി ബൈക്ക് റൈഡിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ നല്ല ഭംഗിയായിട്ടത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ബൈക്ക് റൈഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി നമുക്കുണ്ടായിരുന്നു. നമുക്ക് കുറേ പേര് ഒരുമിച്ച് സ്പീഡ് ബോട്ടിലാണല്ലോ അവിടെ എത്തിയത്. ഞങ്ങൾ കുറച്ച് സമയം കൂടി ആ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ അന്നത്തെ പരിപാടികൾ അവസാനിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂവാറ്റുപുഴയിലും കൊച്ചിയിലും ഒക്കെ ചെന്ന പോലെയേ തോന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.